ശാരീരികമായ അസ്വസ്ഥതകളെല്ലാം സമർപ്പിക്കുന്നു. പോലെ വേദന അനുഭവിക്കുന്ന എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു. തൊട്ട് സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുടുംബ സമാധാനം നൽകി അനുഗ്രഹിക്കണമെന്നും സമർപ്പിക്കുവാനോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ശശികല ിലേക്ക് ഈ അപേക്ഷകർക്ക് സമർപ്പിക്കുന്നത് സ്മരണയ്ക്കാക്കി മാറ്റണമേ. എന്റെ മകൻ അഭിജിത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ചെറുപ്പകാലം മുതൽ ബുദ്ധിക്കുറവുണ്ട്. എലൈറ്റ് ആശുപത്രിയിൽ മാനസിക രോഗം ആണെന്ന് വെച്ച് 23 ദിവസം കിടക്കുകയും 3 വർഷം ചികിത്സിക്കുകയും ചെയ്തു. അന്നു മുതൽ തന്നെ പഠിത്തത്തിൽ ശ്രദ്ധയില്ല. മാത്രമല്ല അനാവശ്യ കൂട്ടുകെട്ടുകൾ നടക്കുകയും ചെയ്യും. സഹോദരന്മാർ തമ്മിലുള്ള വഴക്ക് ദിവസവുമുണ്ട്. പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കുന്നില്ല. മാത്രമല്ല അവരുടെ എല്ലാ ദുശീലങ്ങളും ചീത്ത കൂട്ടുകെട്ടുകളും മാറ്റി പഠിച്ച് വിജയത്തിനുള്ള ബുദ്ധി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ മൂത്ത മകൻ ദിലീപ് +2 പഠിക്കുകയാണ്. അവരുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ സ്വഭാവങ്ങൾ എല്ലാം മാറ്റണമേ. മത്സ്യ തൊഴിലാളിയായ എന്റെ ഭർത്താവ് കടം വാങ്ങിയാണ് ഉപകരണം ഉണ്ടാക്കിയത്. അതുമൂലം ഞങ്ങൾക്ക് കടബാധ്യതകളുണ്ട്. ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഞങ്ങൾക്ക് കടബാധ്യത ഇല്ലാതാക്കുന്നതിനുള്ള മാർഗം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി മനുഷ്യന്റെ എല്ലാ അംഗങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചിലരുടെ കഥാവധി ചെയ്യുന്നത് ഞാൻ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. എന്നാൽ അതിന് മുൻപായിട്ട് ചിലതൊക്കെ അനുസരിക്കേണ്ടതായിട്ട് കഥാവധി ചെയ്യുന്നുണ്ട്. പറയുന്നു, നീതിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുകയും അവിടുത്തെ അഗ്രഹങ്ങളിൽ അവരുടെ ദൃഷ്ടിയിൽ നല്ലതായിട്ടുള്ളത് നന്മയായിട്ടുള്ളത് ചെയ്യുകയും പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാർക്ക് വരുത്തിയ വിനാശങ്ങളിൽ ഒന്നും നിന്റെ മേൽ അയക്കുകയില്ല, പറ്റുകയില്ല. പിന്നീടാണ് കർത്താവ് പറയുന്നത് ഞാൻ കർത്താവാണ്. അപ്പം നമ്മള് ദൈവത്തിന്റെ സുഖവും സൗഖ്യവും ഒക്കെ നമ്മുടെ ഏറ്റുവാങ്ങിക്കണമെങ്കിൽ അവിടത്തോട് ചേർന്നിരിക്കണം. അവിടത്തോട് ചേർന്നിരുന്നെങ്കിൽ നമുക്ക് അവിടുത്തെ അനുസരിക്കുവാനും അവിടുത്തെ ആദരപൂർവ്വം ചിന്തിക്കുവാനും അവിടുത്തെ സന്നിധിയിൽ എളിമപ്പെട്ട് കീഴ്വഴക്കത്തോടുകൂടി അനുസരിക്കുവാനും സാധ്യമാവുകയുള്ളൂ. എളിമയുടെ തലത്തിൽ നമുക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവിനെ ഭയത്തോടെ ഭക്തിയോടെ ചിന്തിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട വ്യക്തിയാണ്, ആദരിക്കേണ്ട വ്യക്തിയാണ്. ദൈവം എന്ന് പറയുന്നത് സ്നേഹിക്കുകയും നമ്മൾക്ക് കൃപകൾ വാരി ചൊരിഞ്ഞ് തരികയും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അത് മാത്രമല്ല നമ്മളെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ദൈവം കൂടിയാണ്. പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ അപരിശുദ്ധമായ ദൈവമാണ്, എന്നാൽ ഞാൻ ശിക്ഷിക്കുന്നവനും കൂടെയാണ് എന്ന് പറഞ്ഞത് സത്യമാണ്. എന്നാൽ നമ്മൾ അനുസരിക്കുകയും ദൈവം നമ്മളെ കൂടി നമുക്ക് ഒരുമയോട് നിന്ന് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ രണ്ടാമത്തെ